ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. പിന്നെ ഇതിപ്പോൾ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പാവയ്ക്ക പടവലങ്ങയൊക്കെയാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ കാവലത്തിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. കാവലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഉൽപ്പാദനശേഷി കുറയുന്നതിനെയാണ് കേട്ടോ ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാവലം കുറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളതങ്ങ് പൊട്ടിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഈ വർഷവും വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാണ്ട് മാർച്ച് 31 അങ്ങ് കഴിഞ്ഞു പോയിട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ മാർച്ച് 31 പ്രത്യേകത എന്ന്. ഒരു 13 വർഷം മുമ്പ് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ എൻ്റെ ഒരു വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാർച്ച് 31 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഒരു പ്രത്യേകതകളും ഇല്ലാതെ, അതായത് ഒരു സമ്മാനങ്ങളോ ഒരു സർപ്രൈസ് ഗിഫ്റ്റുകളോ ഒന്നും ഇല്ലാണ്ട് തന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും അങ്ങനെ കഴിഞ്ഞു പോകുന്നു. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി മാത്രമല്ല കേട്ടോ, എൻ്റെ ബർത്ത്ഡേകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനത് സെലിബ്രേറ്റ് ചെയ്യാറുമില്ല, ആരും എനിക്കൊരു ഗിഫ്റ്റ് തരാറുമില്ല. കാരണം ഞാൻ അങ്ങനെ ആരുടെയും പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ കഴിഞ്ഞു പോയ എല്ലാ വർഷങ്ങളും ഞാൻ എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കൊക്കെ ആയാലും സമ്മാനങ്ങൾ കൊടുക്കുകയും അവരെ സർപ്രൈസ് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങോട്ടില്ലാത്ത എന്തിനാണ് അങ്ങോട്ട് കൊടുക്കുന്നതെന്ന്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് മതി എനിക്ക്. പിന്നെ പരാതികൾ ഇല്ല എന്നല്ല, പരിഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ചില പൊട്ടിത്തെറികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുമെങ്കിലും അതെല്ലാം സോൾവ് ചെയ്ത് അടുത്ത പൊട്ടിത്തെറിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും അത് അവസാനിക്കുകയും പിന്നീട് പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ വേണ്ടി ജീവിക്കാനുള്ളൊരു ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ, സീ യു.